ശരി അമ്മേ. മോനെ സമയത്തിന് ഭക്ഷണം കഴിക്കണേ. ശരി. നന്നായി വെള്ളം കുടിക്കണം. ഓക്കെ അമ്മേ. അടി കൂടാനൊന്നും പാടില്ല. ഇല്ലമ്മേ, ഞാൻ അടി കൂടാനൊന്നും പോവില്ല. അറിയാത്തവരോട് സംസാരിക്കാൻ പോകരുതേ. ഇല്ലമ്മേ, ഞാൻ ആരോട് സംസാരിക്കാൻ പോകില്ല. എന്നാ പോയിട്ട് വാ. അമ്മേ. എന്താ? ഇതിലും നല്ലത് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു. കുട്ടികളെ എല്ലാവരും എത്തിയോ? ആ ടീച്ചറെ, എല്ലാവരും എത്തി. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയേയില്ല. ടൂർ പോകുന്ന സന്തോഷത്തില് ഞാൻ രാത്രി 3 തവണ എഴുന്നേറ്റ് ബാഗ് ചെക്ക് ചെയ്തു. ഞാൻ ബാഗൊന്നും ചെക്ക് ചെയ്തില്ല, അമ്മയാ ചെയ്തത്. ഓക്കെ സ്റ്റുഡൻസ്, എല്ലാവരും വണ്ടിയിൽ കയറൂ. എനിക്ക് വിൻഡോ സീറ്റ് വേണം. ആ സീറ്റ് എന്റെയാ. ഞാനാ ആദ്യം കണ്ടത്. ഞാൻ വീട്ടിൽ നിന്നേ സ്വപ്നം കണ്ടുകൊണ്ട് വന്നതാ ഞാൻ വിൻഡോ സീറ്റിൽ ഇരിക്കുന്നത്. രണ്ടുപേരും അവിടെ ഇരുന്നേ. ടീച്ചറെ, ഇവൾ എന്റെ ജനലിൽ കൂടെ നോക്കുന്നു. ഓ, മിണ്ടാതിരി കുട്ടി അവിടെ. നമുക്ക് ഡാൻസ് കളിച്ചാലോ? വാ, എല്ലാരും വാ, ഡാൻസ് കളിക്കാം. കുട്ടികളെ പതുക്കെ. വാ അങ്കിളെ, നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാം. നിങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ച പിന്നെ വണ്ടി ആരോട്ടും? എന്റെ കയ്യിൽ വലിയ ചിപ്സ് പാക്കറ്റ് ഉണ്ട്. ഒരെണ്ണം താ. ഇല്ല. ഒരു പകുതിയെങ്കിലും? ഇല്ല, തരില്ല. ഒന്ന് മണക്കാനെങ്കിലും തന്നൂടേടി. ഇല്ല, തരില്ല. ഓ, അതിന് വയറിളക്കം വരും. നമ്മളിതൊന്നും കാര്യാക്കണ്ട. അവക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തതിന്റെ ദേഷ്യ. എന്നാലും ഒന്ന് കിട്ടിയിരുന്ന ടേസ്റ്റ് നോക്കായിരുന്നു. ഓ, നിന്റെ ഒരു കൊതി. ഞാൻ വേറെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് തരാം. ആണോ? ടീച്ചറെ. എന്താ? എനിക്ക് തല കറങ്ങുന്നു. ആ വിൻഡോ തുറക്ക്. ഞാൻ തുറക്കാം. ടീച്ചറേ. ഇനി എന്താ? എനിക്ക് ഛർദിക്കാൻ വരുന്നു. നിനക്ക് ഞാനിപ്പോ കവർ കൊണ്ടുവരാം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ബിസ്ക്കറ്റ് അത്രയും കഴിക്കണ്ട എന്ന്. അയ്യോ, എന്റെ ബാഗിന്റെ മുകളിലൊക്കെ ഇപ്പൊ ഛർദിയാകും. ഞാൻ അപ്പോഴേ അവൻ ആ ചിപ്സ് കൊടുത്താൽ മതിയായിരുന്നു. നീ അപ്പൊ ആ ചിപ്സ് കൊടുത്തിരുന്നേ അവൻ ആ ബിസ്ക്കറ്റ് മുഴുവൻ കഴിക്കില്ലായിരുന്നു. ശരിയാ.